ജോണെ, അതേവാ. എടാ, മോള് കണ്ണു തുറന്നോ? മോള് കണ്ണു വന്നിട്ടുണ്ട്. എന്തെങ്കിലും സംസാരിച്ചോ? എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യങ്ങൾ വല്ലതും പറഞ്ഞു നിന്നോട്? എടാ, മോക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? എടാ, നീ ബ്രീത്ത് എടുത്തെടുത്തൊന്ന് സംസാരിക്കേ. എന്താടാ കൊച്ചു പിള്ളേരാണൊക്കെ? അല്ല, മോളെന്തായാലും സംസാരിച്ചോടാ. മോളൊന്നും സംസാരിച്ചിട്ടില്ല. മോള് കണ്ണേറിഞ്ഞിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് ഇപ്പോ സ്റ്റേബിൾ ആയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. മോള് കുറച്ച് ദിവസം പിടിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ. എടാ, എനിക്ക് മോളെ ഒന്ന് കയറി കാണാൻ പറ്റുമോ? എടാ, ഇപ്പോ മോളുടെ കണ്ടീഷനിൽ നിനക്ക് കയറി കാണാൻ പറ്റില്ല. എന്തായാലും കുറച്ച് ടൈം കഴിയും. മോളെ ഒന്ന് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യട്ടെ. അതിനുശേഷം നിനക്ക് കയറി അവളെ അടുത്ത് സംസാരിക്കാമല്ലോ. ഇപ്പൊ വേണ്ട. എടാ, മോൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ? പേടിക്കുന്ന തരത്തില്? പേടിക്കുന്ന തരത്തിലൊന്നും പ്രശ്നമില്ല. അവള് അപ്പോഴത്തെ കണ്ടീഷനിൽ കുറച്ച് ഡിപ്രഷനായി, അൺകോഷ്യസ് ആയി, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എടാ, എനിക്ക് റുക്കിനോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കണം. എടാ, എന്താ? ഞാൻ നിൽക്കുമ്പോ തന്നെ സംസാരിച്ചൂടെ? എന്താടാ, നിനക്കെന്നെ ഡൗട്ടാണോ? എടാ, അവളെന്റെ പെങ്ങളാ. നീ അത് മറക്കണ്ട. എടാ, അതൊന്നും അല്ല. മോളെ കുറിച്ച് എന്തെങ്കിലും സീരിയസ് ടോക്ക് ആണെങ്കിൽ അത് ഞാനും കൂടെ ഒന്ന് അറിയണമെന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ നിന്നെ ഡൗട്ട് അടിച്ചിട്ടൊന്നുമല്ല. എനിക്കറിയാം രുക്കു നിന്റെ സ്വന്തം പെങ്ങളെ പോലാണെന്ന്. അറിയാലോ. അപ്പൊ പിന്നെ അവളെ കുറച്ച് ടൈമിലേക്ക് എനിക്ക് വിട്ടതാ. എനിക്ക് അവളുടെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനെ കുറിച്ച് സംസാരിക്കണം. അത് അറിഞ്ഞതിന് ശേഷം എനിക്ക് നമ്മൾ പഴയ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നോ അത് പുതിയ എന്തെങ്കിലും മെഡിസിൻ ആഡ് ചെയ്യണമെന്നോ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാ. ശരിടാ. രുക്കു, ഒന്ന് വാ. ശരി ചേ, ദേവട്ടാ, ഞാൻ പോയിട്ട് വരാം. ആ, ശരി. ഹാ, രുക്കു, എന്തെങ്കിലും പ്രത്യേകിച്ച് ഇഷ്യൂസ് വല്ലതും ഉണ്ടോ മോൾക്ക്? എന്താ ചേ അങ്ങനെ ഒരു ടോക്ക്? ഇല്ല. മെഡിസിൻ എല്ലാം കറക്റ്റ് ടൈമിൽ കഴിക്കാറുണ്ടോ? അത് പിന്നെ കഴിക്കാറില്ലല്ലേ? അത് മോളുടെ ബോഡി റെസ്പോണ്ട് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി. മോള് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? 2 ആഴ്ച ആ ചേ. മോൾ എന്തായാലും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അവളെ കൊണ്ടുവന്ന ടൈമിൽ എനിക്കത് ഫീൽ ആയതാണ്. കാരണം ഒരു ഹാർട്ട് പേഷ്യൻസിന് ക്രിട്ടിക്കൽ ആവുന്ന ടൈം എന്ന് പറയുന്നത് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമാണ്. അവർക്ക് ഒരുപാട് ഡിപ്രഷൻ അടിക്കുന്ന ടൈമാണ്. നിനക്കറിയാവുന്ന കാര്യമല്ലേ? മോൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ് മോൾക്ക്. അപ്പൊ മോളുടെ മെഡിസിൻ കാര്യങ്ങളെല്ലാം നീ കൃത്യമായി നോക്കേണ്ടതായിരുന്നു. നീ അതെല്ലാം മറന്നു പോയെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തുണ്ടായ വിട്ടുവീഴ്ച തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഇത്ര കെയർലെസ് ആയിട്ട് നോക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ്. നിന്നോടും ദേവനോടും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞതാണ്, മോളെ ഒരുപാട് കെയർ എടുത്ത് നോക്കണം, ഇല്ലെങ്കിൽ അത് വിപരീതമായി സംഭവിക്കണം. അതാണ് ഇപ്പൊ നടന്നത്. ഇനി ഇങ്ങനെ ഉണ്ടായ ഒരുപക്ഷെ നമുക്ക് മോളെ ജീവനോട് കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ കെയർലെസ് ആയിട്ട് നടക്കാതെ അവളുടെ കാര്യങ്ങൾ കൃത്യകൃത്യമായി കൃത്യസമയത്ത് തന്നെ ചെയ്യുക. മെഡിസിനും ഫുഡും ടെൻഷൻ ഇല്ലാത്ത രീതിയിലുള്ള ചുറ്റുപാടുകൾ അവൾക്ക് വേണ്ടി ഒരുക്കുക. അതല്ല വേറെ വഴിയൊന്നുമില്ല നമ്മുടെ കയ്യിൽ. ഞാൻ നിനക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നീയും ഒരു മെഡിക്കലിന് പഠിച്ച പെൺകുട്ടിയാണ്. അപ്പോ നിന്റെ മകളുടെ കാര്യം നിനക്ക് ഏറെക്കുറെ അറിയാവുന്നതുമാണ്. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത പെൺകുട്ടിക്ക് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ ആയിരിക്കണം ആ കുട്ടി ഉണ്ടാവേണ്ടത് ഫ്യൂച്ചറിൽ, അതെല്ലാം നിനക്ക് അറിയാവുന്ന കാര്യമാണ്. അവളുടെ മെഡിസിൻ, അവളുടെ ഫുഡ്, അവളുടെ അറ്റ്മോസ്ഫിയർ, അതെല്ലാം നീ പ്രത്യേകിച്ചും ശ്രദ്ധ ചെലുത്തേണ്ടതായിരുന്നു. പക്ഷെ അത് നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതും പോട്ടെ, അവന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായില്ല. എന്താ പ്രശ്നം ഉണ്ടായ? കറക്റ്റായിട്ട് നീ എന്നോട് പറ. നീ എന്തെങ്കിലും എന്നോട് മറച്ചു വെക്കുന്നുണ്ടോ? രുക്കു, പ്ലീസ്. നീ പറഞ്ഞാലേ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എനിക്ക് ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ അവൾക്കായി ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അവൾക്ക് ബെസ്റ്റ് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോ നീ ഒന്ന് സഹകരിച്ചേ പറ്റൂ. എന്തെങ്കിലും നിന്റെ മനസ്സിൽ അവളെ കുറിച്ച് ഉണ്ടെങ്കിൽ അത് എന്നോട് ഇപ്പൊ തന്നെ തുറന്ന് പറയണം. പറഞ്ഞാലേ എനിക്ക് അതിനുള്ള കാര്യങ്ങൾ കരു നീക്കാൻ പറ്റത്തുള്ളൂ. രുക്കു, പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കിക്കളാ. രുക്കു, ആയുസിന്റെ കാര്യം നിനക്കറിയാം. അവളൊരു ഇപ്പോഴും ഒരു കൊച്ചുകുട്ടീന്റെ കണക്കാ ബിഹേവ് ചെയ്യുന്നത്. പ്രായത്തിന്റെ പക്വത പോലും അവൾക്കില്ല. എന്നിട്ടും അവളൊരു ജോലി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലെ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ്. അവനെ കൊണ്ടും പറ്റത്തില്ല. നീയും ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് അവൾ അവളുടെ പഠിത്തം സ്റ്റോപ്പ് ചെയ്തത് പാതി വഴിയിൽ തന്നെ. എല്ലാത്തിനും മിടുക്കിക്കുട്ടിയാണ് അവള്, എല്ലാത്തിനും. അപ്പോ അവളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പിന്നെ രുക്കു, എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട്. പ്രധാനപ്പെട്ട വേറൊരു കാര്യം. എന്താ ചായ? അല്ല, എനിക്ക് ആയുസിനെ വീണ്ടും എൻ്റെ മകന്റെ
പെണ്ണായിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിച്ചായ അത് വേണ്ട, നമ്മള് സ്റ്റോപ്പ് ചെയ്തല്ലേ അത്. ജെയിംസിന് അവൾ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാ ആയുസിന്റെ ജീവിതം തകർക്കുന്നേ? ആര് പറഞ്ഞു ഇഷ്ടമല്ല? അവന് ഇഷ്ടമല്ലെങ്കിലും ഞങ്ങൾക്ക് അവള് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അവളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം. ഇനിയും വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ട് ആയുസിനെ കുറിച്ച് എന്നിൽ നിന്ന് എന്തെങ്കിലും നീ മറയ്ക്കുന്നുണ്ടെ അത് ഇപ്പൊ തുറന്ന് പറയണം രുക്കു, പ്ലീസ്. ഞാൻ നിന്നോട് അപേക്ഷിക്കുക. എങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവളുടെ കാര്യത്തിൽ. ഇച്ചായൻ പറഞ്ഞ സത്യമാണ്. ഞാൻ ഇച്ചായൻ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആയതിനെ കുറിച്ച് ഞാൻ മറച്ചു വെക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇച്ചായന്റെ ഓഫീസിൽ എന്താ അവൾ കാലുകുത്തിയോ, ജോലിക്ക് ഇറങ്ങിയോ, അന്ന് മുതൽ എന്റെ കുട്ടി നരയിക്കുക, നരകവേദന അനുഭവിക്കുക. കാരണം എന്താ? അത് നീ പറ. ജെയിംസ് തന്നെ കാരണം. അവൻ എന്താ എന്റെ മോളോട് ഇത്ര അപകർഷത എന്ന് എനിക്കറിയില്ല. അവളെ ഒരുപാട് അവഗണിക്കുന്നുണ്ട് അവൻ അറിയാതിരിക്കാം. ആയുവായിരുന്നു അവന് വേണ്ടി ആലോചിച്ച പെൺകുട്ടിയെന്ന്. അതൊന്നുമില്ല. അവൻ അറിഞ്ഞായിരുന്നെങ്കിൽ അവൻ ഇങ്ങനൊന്നും പെരുമാറില്ല. എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴും അവൻ അതിനെക്കുറിച്ച് വേദനിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അവന്റെ അമ്മയോട് സംസാരിക്കുമ്പോ. എങ്കിൽ പിന്നെ എന്തിന് ആരായി എന്താന്നറിയാത്തൊരു പെൺകുട്ടിയോട് അവൻ ഇത്രയും അപകർഷതാബോധം കാട്ടുന്നേ? അത് എനിക്ക് ഒന്ന് പറഞ്ഞു തരുമോ? എന്റെ കുട്ടി നേരാഴ്ച ഫുഡ് കഴിക്കാറുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. മെഡിസിൻ കഴിക്കാറുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ധൃതിയിൽ രാവിലെ ഓടിപ്പോന്ന കാണാം ഓഫീസിലേക്കെന്നും പറഞ്ഞ്. രാത്രി ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ വന്ന് കയറുക. അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കളങ്ങിയിട്ടുണ്ടാവും വീട്ടിൽ വന്ന് കയറുമ്പോ. അവളുടെ ആ മുഖത്തിലെ സന്തോഷം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ ചായന്റെ ഓഫീസിൽ അവൾ എന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതൽ എന്റെ കുട്ടീനെ ഒരു ദിവസം പോലും നേരെ ചൊവ്വേ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാനോ അവളുടെ കൂടെ ഇടപഴകാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവളെ കുറിച്ച് ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് തിരക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവൾ ബിസിയാണ്. അവളുമായിട്ടൊന്ന് പുറത്തോട്ട് പോകണം, അവൾക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, ഇതെല്ലാം ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ ഒരു ദിവസം പോലും എന്റെ കുട്ടിക്ക് ലീവ് കൊടുക്കാറില്ല. എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനെല്ലാം ജയമോൻ ഓരോ കുറ്റങ്ങൾ കണ്ടെത്തിയിരിക്കും. ഇവിടെ രാത്രി വന്നാൽ പോലും അവളുടെ റൂമില് അവൾ ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ലേറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങുക. ചോദിക്കുമ്പോ ഇല്ലമ്മ എനിക്ക് കുറച്ച് ജോലി കൂടെ ചെയ്ത് തീർക്കാനുണ്ട്, ഇല്ലെങ്കിൽ നാളെ ആ എന്നെ തെറി വിളിക്കുമെന്ന് പറഞ്ഞേക്കാം. അപ്പോഴും ഞാൻ വിചാരിക്കും പ്രായത്തിന്റെ പക്വത ഇല്ലാത്തത് കൊണ്ട് എന്റെ മകൾക്കുണ്ടാവുന്ന ഓരോ കാര്യങ്ങളും ജയമോന് സഹിക്കുമെന്ന്. പക്ഷെ അതുണ്ടായില്ല ഇച്ചായ. ഞാൻ എന്താ ഇച്ചായ ചെയ്യണ്ടേ? ഇച്ചായനോട് ഇതെല്ലാം തുറന്ന് പറയണമായിരുന്നു. ഇച്ചായനോട് തുറന്ന് പറഞ്ഞിട്ട് ഇച്ചായന്റെ മനസ്സുകൂടെ വേദനിപ്പിക്കണമായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരുപാട് സഹായങ്ങൾ ഇച്ചായൻ ചെയ്തിട്ടുണ്ട്. എന്റെ മോള് ഇച്ചായൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കില്ല. അതെനിക്ക് നല്ല ഉറപ്പാണ്. എനിക്കല്ല, ദേവേട്ടനും എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം മോളുടെ ആ ആക്സിഡന്റ് ടൈമില് ആതിര മോളുടെ ഹേർട്ട് മോൾക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോ ഞങ്ങൾക്കൊരു മകളെന്ന നിലയിൽ മോളെ ജീവനോട് ഈ ഭൂമിയിൽ കാണാൻ കഴിയില്ലായിരുന്നു. അതെനിക്ക് അറിയിച്ചായ. അതുകൊണ്ട് മാത്രമാണ് ഈ ചായനോട് ഇതൊന്നും അറിയിക്കാനേ. എന്താ രുക്കുവേ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് നീ എന്നോട് ഇന്ന് തുറന്നു പറയാനേ? അപ്പടി നീ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മോളെ അവിടുന്ന് മാറ്റിയേനെ. എന്റെ ഓഫീസിൽ മോൾക്കൊരു ജോലി ഞാൻ കൊടുത്തേനെ. ഞാനും കരുതി മോള് ജെയിംസിന്റെ കൂടെ ഉണ്ടാവണമെന്ന്. അതുകൊണ്ട് മാത്ര. പക്ഷെ ഇനി ഒരു കാര്യം എന്നോട് ഞാൻ പറയാം. ജെയിംസിനുള്ളതാ. നമ്മൾ കുട്ടിക്കാലത്ത് എങ്ങനെ പ്ലാൻ ചെയ്തോ അതേപോലെ തന്നെ ആയുവിനെ എന്റെ വീട്ടില് എന്റെ മകന്റെ ഭാര്യയായിട്ട് ഞങ്ങൾക്ക് വേണം. അതിനുള്ള കാര്യങ്ങൾ നീ ദേവനെ കൂടെ കൂടി ആലോചിച്ചിട്ട് ഒരു നല്ലൊരു തീരുമാനം എടുത്തിട്ട് എന്നെ അറിയിക്കും. ഇനി അവളുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കും, അതുപോലെ നടപ്പിലാക്കും. ഇനി ഒരിക്കലും അവളുടെ കണ്ണുകൾ നിറയില്ല ജെയിംസ് കാരണം. അത് നിനക്ക് ഞാൻ ഉറപ്പു തരാം. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ജെയിംസ് അവന്റെ തന്തയായി എനിക്ക് അന്ത്യചുംബനം നൽകേണ്ടി വരും. അതുകൊണ്ട് ഇനി നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. മോളെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മകന്റെ ഭാര്യയായിട്ട് തരണോ വേണ്ട എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇപ്പോ തന്നില്ലെങ്കിലും, അതായത് ഞാനും അവനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഒരിക്കലും അതിനൊരു മാറ്റം സംഭവിക്കില്ല. പക്ഷെ മോളുടെ ഫ്യൂച്ചറിനെ കരുതി ഞാൻ നിന്നോട് പറയാം. മറ്റൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നല്ലൊരു ചെക്കനെ കിട്ടും, ചിലപ്പോ അത് മോശമായിട്ടുള്ള ചെക്കനെ. അവളുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ ഞാൻ അവൾക്ക്
ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. അത് ജെയിംസിന്റെ കാര്യത്തിൽ അവന്റെ മനസ്സറിയാതെ, ആയുമോളുടെ മനസ്സറിയാതെ അവന് വേണ്ടി ഞാൻ എന്റെ മോളെ പെണ്ണാലോചിച്ചു. അത് ഞാൻ ചെയ്ത തെറ്റാണ്. അവരിങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും എന്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഒരു തന്തേനെ സംഭവിച്ച് തന്റെ മകൻ തന്നോളം വളർന്നു കഴിഞ്ഞാൽ തന്റെ വാക്കുകൾ ധിക്കരിക്കുമെന്ന് മറ്റൊരു പിതാവിനെ പോലെ ചിന്തിച്ചില്ല. എന്റെ മകൻ എപ്പോഴും ഞാൻ പറയുന്നതിൽ ഒരു തെറ്റും കാണില്ല, ഒരു അനുസരണയുള്ള ഒരു കുട്ടീനെ പോലെ അവൻ അനുസരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ അവിടെ എനിക്ക് പിഴച്ചു. അവിടെയും എന്റെ വാക്കിന് അവൻ ഒരു വിലയും കൽപ്പിച്ചില്ല. അവന് തോന്നിയ രീതിയിൽ അവൻ ജീവിച്ചു. അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു. ആ കുട്ടിയും മരണത്തിന് കീഴടങ്ങി. പക്ഷെ ആയുമോളെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ കൊണ്ടെത്തിക്കില്ല. അത് നിങ്ങൾക്ക് ഉറപ്പ് ഞാൻ തരാം. ഒരിക്കലും ആയുമോളുടെ ജീവൻ ഒരു ആപത്തും സംഭവിക്കില്ല. അതും ജെയിംസ് കാരണം. ഞങ്ങൾക്ക് ഈ ഒരു അവസരം കൂടെ താങ്ങി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്റെ ആയുമോളെ പൊന്നു പോലെ ഞങ്ങൾ നോക്കിക്കോളാം. പ്ലീസ്. എനിക്കെപ്പോഴും ആയുമോൾ തന്നെയാണ് മരുമകൾ, ജെയിംസിന്റെ പെണ്ണ്. ആതിരനെ പോലും ആ ഒരു സ്ഥാനത്ത് കണ്ടിട്ടില്ല. എനിക്കറിയാം. എങ്കിൽ നിങ്ങളൊരു തീരുമാനം കണ്ടെത്തി അറിയിക്കടാ പ്ലീസ്. കാരണം ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ അങ്ങ് ചോദിച്ചു പോയതാ. ആയുമോളുടെ ആ കിടപ്പ് കാണും. അതിന് കാരണക്കാരൻ എൻ്റെ മകനായതുകൊണ്ടും എനിക്ക് ആയുമോളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. പ്ലീസ് നല്ലൊരു തീരുമാനം അറിയിക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കൂടി ആലോചിക്കുക. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ രണ്ടുപേരും കാലിൽ ഞാൻ വീഴാം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇച്ചായൻ എന്തായിട്ടാണ് എന്റെ മോൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്? എനിക്കറിയാം ദേവേട്ടന് ഇതിനൊരു എതിർപ്പും ഉണ്ടാവില്ല, സന്തോഷമേ ഉണ്ടാവുള്ളൂ. ഇച്ചായൻ പറയുന്ന ടൈമിൽ മോളെ ജെയിംസിന് കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എനിക്കറിയാം ദേവേട്ടൻ ഒരിക്കലും ഞാൻ പറയുന്നതിന് എതിർവാക്ക് പറയില്ല. എനിക്ക് ഉറപ്പാ. ഞാൻ ദേവേട്ടനോട് സംസാരിക്കാം. ഇച്ചായ ഇനി ഒരിക്കൽ പോലും ഇങ്ങനെ പറയല്ലേ. ഞങ്ങളുടെ കാലിലല്ല ഇച്ചായൻ വേണ്ടത്, ഞങ്ങൾ ഇച്ചായന്റെ കാലിലാണ് വേണ്ടത്. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഹെൽപ്പ് ഇച്ചായൻ ചെയ്തിട്ടുണ്ട്, ഒരു മനുഷ്യനും ചെയ്യാത്ത രീതിയിൽ. ഞാൻ ചെയ്ത ഹെൽപ്പൊന്നും ഒന്നിനും ഒരു പരിഹാരമല്ല ലുക്കു. ഇനിയും എനിക്ക് ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വരണം. ഇപ്പൊ ഓരോ ദിവസം നീറിക്കൊണ്ടിരിക്കുക എന്റെ മനസ്സ്. അന്ന് ആയുമോളോട് എന്റെ മോൻ കാണിച്ച ആ തെമ്മാടിത്തരം കാരണം ഇപ്പൊ മരിക്കുക ഞാനും എമ്മിയും. അതറിയോ? അതൊന്നും കുഴപ്പമില്ല, അപ്പോഴേ ഞങ്ങളതൊക്കെ മറന്നു. അല്ലെങ്കിലും പ്രണയിക്കുന്നവരെ ഒരിക്കലും നമുക്ക് പിരിക്കാൻ പറ്റില്ലല്ലോ ഇച്ചായ. അങ്ങനെ പിരിച്ചിരുന്നെങ്കിൽ ഞാനും എൻ്റെ ദേവേട്ടനും ഒന്നിക്കില്ലായിരുന്നല്ലോ. ഇച്ചായൻ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ചെയ്തേക്കാം. ആയുമോളൊന്ന് സുഖം പ്രാപിക്കട്ടെ. അതിനുശേഷം ഇച്ചായൻ പറയുന്ന എന്ത് കാര്യത്തിനും ഞങ്ങൾ റെഡിയാ. ശരി, എങ്കിലും അവനോടൊന്ന് ആലോചിക്കുക. ആയുമോളുടെ അച്ഛനല്ലേ, അവനോടൊന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക കേട്ടോ. എന്തായാലും ഞാൻ വീട്ടിലോട്ടൊന്ന് പോവാം. ഇപ്പം മോള് കുഴപ്പമൊന്നുമില്ലായിരിക്കല്ലേ? പിന്നെ എൻ്റെ അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് എല്ലാം ഉണ്ട് അവിടെ, അപ്പൊ അവർ നോക്കിക്കോളും. ഞാൻ വീട്ടിലോട്ടൊന്ന് പോട്ടെ. എമ്മിയാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ആയുമോളെ കാണണമെന്ന് പറഞ്ഞ് അവിടെ നിർബന്ധം പിടിക്കുക. ഇനി അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാം. ഇല്ലെങ്കിൽ എനിക്ക് അറിയില്ല അവൾ എന്താ കാട്ടിക്കൂട്ടാന്ന്. ആയുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾക്കത് താങ്ങാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ തന്നെയാണ്, അവൾക്കൊരു മകളാണ് ആയു. അതുകൊണ്ട് ഇനിയും ഞാൻ താമസിക്കുന്നില്ല. ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാം. എന്തെങ്കിലും കഴിക്കാനും കൂടെ എടുത്തോണ്ട് വരാം. നിങ്ങൾ എന്തായാലും ക്യാൻറ്റീനിൽ നിന്നൊന്നും കഴിക്കണ്ട. മോളിപ്പം കഴിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. ട്രിപ്പ് ഇട്ടിട്ടിട്ടിക്ക. അതുകൊണ്ട് മോക്ക് ഫുഡൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നോർമൽ സ്റ്റേജിലോട്ട് വരാൻ 2 ദിവസം പിടിക്കും ഫുഡൊക്കെ എടുക്കാൻ. ഞാൻ എന്തായാലും വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് വരാം. അതുവരെ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഇവിടെ ഇരി. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് ആദ്യം, എനിക്ക് വിഷമം ഉണ്ടാവൂ എന്ന് കരുതിയിട്ട് നിങ്ങൾ തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. എൻ്റെ മകൻ്റെ കാര്യത്തിൽ എനിക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക. പിന്നെ അവനെ ഞാനൊന്ന് പോയി കാണുന്നുണ്ട്. അവനാണ് എൻ്റെ ആയുമോളി ഈ അവസ്ഥയിൽ കിടക്കാൻ കാരണക്കാരനെങ്കിൽ പിന്നെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്തായാലും ഞാൻ വീട്ടിൽ വരെ പോയിട്ട് വരട്ടെ. അവളും ടെൻഷൻ അടിച്ചിരിക്കുക. ശരി ഇച്ചായ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ, ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കില്ലേ. അവളിപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എപ്പോൾ വേണമെങ്കിലും വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാം കേട്ടോ. ഇപ്പം വേറൊന്നും കൊണ്ടല്ല നിങ്ങളെ കയറ്റി കാണിക്കാത്തെ. നിങ്ങൾ അങ്ങോട്ട് അവളെ കാണാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ കാണുമ്പോൾ
അവളുടെ BP വീണ്ടും റേസ് ആവും. അത് വേറൊരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എത്തിക്കും. ഇപ്പോൾ കുറച്ചാണ് അവൾ മെഡിസിനോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്നത്. കുറച്ചൊന്ന് ഒബ്സർവേഷനിൽ ഇരിക്കണം. അതുകൊണ്ടാണ് ICUയിൽ കിടത്തിയിരിക്കുന്നത്. അല്ലാതെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നോക്കില്ല. ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. ഇപ്പം മോള് സ്റ്റേബിളായിട്ട് വന്നുകൊണ്ടിരിക്കുക. 24 hours അവൾക്കൊന്ന് ഒബ്സർവേഷൻ കൊടുക്കണം നമ്മൾ. കാരണം ആ ഒരു അവസ്ഥയിലല്ലേ നമ്മളിവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇനിയും ഈ ഒരു അവസ്ഥ അവൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇനി അവൾക്ക് ഒരു ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവല്ലേ. ഇനിയും ഒരു പക്ഷേ നമ്മൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവളെ ജീവനോട് കിട്ടുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അവളെ ഒരു കൊച്ചുകുട്ടീനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ഇനി അങ്ങോട്ട് പെട്ടെന്ന് അവൾ ക്യൂർ ആവും, പേടിക്കണ്ട. ശരി ജയ. ശരി, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. ദേവ, ജോണെ, രുക്കുവിനോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയോ? കുഴപ്പമൊന്നുമില്ല. മോൾക്ക് അതേ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ 2-3 മെഡിസിൻ നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതും കറക്റ്റ് ടൈമിൽ കഴിക്കണം. എന്തായാലും നാളെയോ മറ്റന്നാളോ മോളെ ICUയിൽ നിന്ന് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. കുഴപ്പമൊന്നുമില്ല. എടാ, നാളെയും മറ്റന്നാളോ? നീ നേരത്തെ പറഞ്ഞ കുറച്ച് കഴിയുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുമെന്നല്ലേ? എടാ, മോൾക്ക് കുറച്ച് ഒബ്സർവേഷൻ കിട്ടുന്നത് നല്ലതല്ലേ? ഡോക്ടേഴ്സ്മാരെപ്പോഴും ഉണ്ടല്ലോ ICUയിൽ. അപ്പോൾ മോളൊരു പ്രത്യേക പരിഗണനയിൽ നോക്കൂല്ലോ. അവരുടെ മേൽനോട്ടത്തിലാകുമ്പോൾ മോക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാലും ട്രീറ്റ്മെന്റ് കൊടുത്തോളും. അതുകൊണ്ടാണ് മോളെ ICUയിൽ കിടത്തിയിരിക്കുന്നത്. അല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നീ ഹാപ്പി ആയിട്ടിരി. മോള് മുന്നത്തെക്കാളും നല്ല രീതിയിൽ തന്നെ അവള് വരും. കോൺഫിഡൻസോട് വരും. നീ കോൺഫിഡൻസ് ആയിട്ടിരിയടാ, ഒരു കുഴപ്പമില്ല. അത് ഞാനുള്ളടുത്ത്, അത് എൻ്റെ ഹോസ്പിറ്റൽ, രാജപദവിയോട് തന്നെ ട്രീറ്റ്മെന്റ് അവൾക്ക് കിട്ടുവാടാ. കാരണം പിന്നെ എന്തിനാടാ അവളുടെ ജോൺ അങ്കിൾ ഇവിടെ ഇരിക്കുന്നത്? കാണാനാ? നീ ടെൻഷൻ അടിക്കാറി. ഞാൻ എന്തായാലും വീട്ടിൽ പോയി എമ്മി എടുത്തോണ്ട് വരട്ടെ. എമ്മി എടുത്തോണ്ട് വരാനോ? ആടാ, കൊടങ്ങിയ മറ്റേ കോമഡി. എടാ, അവൾ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. മോക്ക് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവള് പ്രശ്നം ഉണ്ടാക്കുക, കൂട്ടിക്കൊണ്ട് വരാനെന്ന് പറഞ്ഞു. ഇനിയും വൈകി കഴിഞ്ഞാൽ അവൾ എനിക്ക് ചാക്കാല നടത്തും. അതുകൊണ്ടാ. ശരിയടാ, സൂക്ഷിച്ചു പോണേ. അയ്യോ, എനിക്കെന്താ ഉറങ്ങാൻ പറ്റാത്ത ആതിരാ? എന്താ പിന്നെ എനിക്ക് പറ്റേ? ആൾക്ക് എന്ത് സംഭവിച്ചാൽ എനിക്കെന്താ? ആതിരാ, എന്താ എന്റെ നെഞ്ചൊക്കെ വല്ലാതെ പിടയ്ക്കുന്ന പോലെ തോന്നേ? എനിക്ക് അസാധ്യം ഞാൻ ചെയ്തു ആതിരാ. നിനക്ക് ഇഷ്ടമില്ലാതെന്തെങ്കിലും? ആതിരാ, എന്തേ ഒരിക്കൽ പോലും നീ എന്റെ സ്വപ്നത്തിൽ വരാതെ? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കും. നീ പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്ത് നീ ഇല്ലെങ്കിലും അവളുടെ കുഞ്ഞിനെ കൊണ്ടുപോയി നോക്കണം. ആതിര, എനിക്കൊരു ഉത്തരം താളി. ഞാൻ ഇനി എന്താ ചെയ്യാണ്? ആയു ആയു അതിന് എന്തെങ്കിലും സംഭവിക്കൂ? എനിക്കറിയില്ല. ആവിന്റെ കാര്യം ഓർക്കുമ്പോൾ നിന്നെ കുറിച്ച് ഓർമ്മ വരും. ഏതോ നീ എന്റെ അടുത്തുള്ളതുപോലെ. അയ്യോ, നീ തമ്മിൽ എന്താ ബന്ധം? എനിക്കിത് തോന്നുന്നു. കണ്ണു പറഞ്ഞേ. എടാ തെമ്മാടി, എന്ത് തെമ്മാടിത്രാടാ നീ കാണിച്ചു കൂട്ടുന്നേ? ആതിര, ആതിര, നീ വീണ്ടും എന്റെ സ്വപ്നത്തിൽ. ആതിര, miss you so much. I love you. ഇതിനായി എന്നെ വിട്ടു പോയി. എടാ തെമ്മാടി, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനാ നിന്റെ സ്വപ്നത്തിൽ വന്നേ. ആതിര, ഇപ്പോഴും തോന്നിയോടി നിനക്ക് എന്റെ സ്വപ്നത്തിലെങ്കിലും വരാൻ. ആതിര, നീ മോളെ ഇന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞല്ലേ? നിനക്ക് ഓർമ്മയുണ്ടോ? എന്നാ December 12 നീയും ഞാനും നമ്മുടെ മോളുമായിട്ട് ലാസ്റ്റായിട്ട് സന്തോഷിച്ച ദിവസം. എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റൂടി? സോറി ആതിര, നീ എന്നെ വിട്ട് പോയിട്ട് ഇപ്പോ എനിക്ക് 3 വർഷം കഴിഞ്ഞു. നീ
എന്റെ സ്വപ്നത്തിൽ വന്നത്. അതിനുശേഷം നീ വന്നിട്ടേ ഇല്ല. അതെന്താണ് അതിരാ? അതിന് കാരണമുണ്ട്. നീ തെമ്മാരത്തിനും കാണിച്ചു നടക്കല്ല. നീ എനിക്ക് വാക്ക് തന്നിട്ടുള്ളേ ചെയ്. നീ ഒരു പ്രശ്നത്തിന് പോലും നീ ഉണ്ടാക്കിയ പ്രശ്നം കാരണമല്ല എന്നെ അവര് പിച്ച് ചീന്തിയത്. എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ ജീവൻ എടുത്തത്. എനിക്ക് നിന്നെയും നമ്മളുടെ മകളെ നഷ്ടമായി. പിന്നെ ഞാൻ എന്തിനാടാ വരണ്ടത്? I'm sorry. ഞാൻ അടുത്ത കാരണം എനിക്കിത് നഷ്ടമായി. നമ്മുടെ ചാനലിനൊക്കെ അമ്മയെ നഷ്ടപ്പെട്ട ഞാനാ. എന്നോട് ക്ഷമയും. ഈ നാളത്തെ ശേഷം ഇന്നെന്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനായിട്ടുണ്ടായിരിക്കും. എന്താ അതിനാ മാറാ? December 13th morning ഇതേപോലെ എന്റെ അരികിൽ വന്ന് സംസാരിച്ചടാ. നിന്റെ ഹൃദയം മറ്റൊരു പെൺകുട്ടിക്ക് നാളെ ചേർന്നത് പറഞ്ഞു. അത് ആരാണെന്ന് പോലും ഞാൻ അറിയരുത്. അത് ഞാൻ പാലിച്ചു. നിന്റെ ഹൃദയം മറ്റൊരു പെൺകുട്ടി തുടിക്കുന്നുണ്ട്. പക്ഷെ അവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെയായി ഞാൻ തേടി കൊണ്ടിരിക്കുക ആ പെൺകുട്ടിയെ. എനിക്കറിയണം അതിന് നിന്റെ ഹൃദയം പിടിപ്പ് ഞാൻ മിസ് ചെയ്യും. അതിനാ തേടിക്കൊണ്ടിരിക്കാം. എന്റെ അരികിലുണ്ടെന്ന് തോന്നുന്നു. അതിനാ ഓരോ ടൈമും എനിക്ക് ആ ഫീൽ വന്നിട്ടുണ്ട്. പക്ഷെ അവൻ ആരാണെന്ന് ഇത് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ട് അതിനാ